നാട്ടുവർത്തമാനം വിശദമായി. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മൂന്നാറിൽ പുറത്തുനിന്നുള്ളവരെ പെയ്ഡ് ക്വാറന്റീനിൽ താമസിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നു. ഇത്തരത്തിൽ താമസിക്കുന്നവർ കാഴ്ചകൾ കാണാൻ പുറത്തിറങ്ങിയതായും ആരോപണമുണ്ട്. മൂന്നാറിൽ രോഗവ്യാപന സാധ്യത നിലനിൽക്കുമ്പോൾ അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പെയ്ഡ് ക്വാറന്റീൻ അനുവദിക്കുന്നതിലാണ് പ്രതിഷേധം. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കെത്തിയ കന്യാകുമാരി സ്വദേശികളായ 41 മത്സ്യത്തൊഴിലാളികളെ മൂന്നാറിലെ സ്വകാര്യ റിസോർട്ടിൽ പെയ്ഡ് ക്വാറന്റീനിൽ ആക്കിയിരുന്നു. ഇവരിൽ 14 പേർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് മൂന്നാറിൽ ആശങ്ക ഉയർന്നിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ അടക്കം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂന്നാറിലെ പെയ്ഡ് ക്വാറന്റീൻ അപകടകരമാണെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാറിൽ ഇതുപോലെ ജനവാസ കേന്ദ്രങ്ങളിലും അല്ലാതെ ഉത്തരവാദിത്വമില്ലാതെയും ആൾക്കാരെ പെയ്ഡ് ക്വാറന്റൈനിൽ താമസിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ള കാര്യം അറിയിക്കുകയാണ്. ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ റിസോർട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തിറങ്ങുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ വാദം. നിലവിൽ സമൂഹവ്യാപന സാധ്യത നിലനിൽക്കുന്ന മൂന്നാറിൽ പെയ്ഡ് ക്വാറന്റീൻ അനുമതി നിർത്തലാക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക്. ഗ്രാമപഞ്ചായത്ത് പരിധി ഒരാഴ്ചത്തേക്ക് അടച്ചിടും. സ്ഥിതി അതീവ ഗുരുതരമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അടച്ചിടാൻ തീരുമാനിച്ചത്. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു തീരുമാനം. 40ഓളം പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. തങ്കയം മുതൽ ബിരിച്ചേരി ഗേറ്റ് വരെ അടച്ചിടും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുമതിയുണ്ട്. വിവാഹം, ഗൃഹപ്രവേശം അടക്കമുള്ള ചടങ്ങുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിവെക്കാനാണ് നിർദ്ദേശം. കോതമംഗലം വാരപ്പെട്ടിയിൽ അതീവ ജാഗ്രത. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. ജൂലൈ 24 മുൻപ് സമ്പർക്ക പട്ടികയിൽ വന്നിട്ടുള്ളവരോടും പഞ്ചായത്ത് അംഗങ്ങളോടും ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവർ വാരപ്പെട്ടി CHC പൊതുജനാരോഗ്യ വിഭാഗം പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. താമരശ്ശേരിയിൽ പോലീസ് വാഹന പരിശോധന ശക്തമാക്കി. താമരശ്ശേരി, കൊടുവള്ളി, പുതുപ്പാടി മേഖലകളിലാണ് പരിശോധന നടത്തുന്നത്. സമ്പർക്കത്തിലൂടെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയതും ഉറവിടമറിയാത്ത രോഗികൾ കൂടുന്ന സാഹചര്യത്തിലുമാണ് നടപടി. നിയമം ലംഘിച്ചവരിൽ നിന്നും പിഴ ഈടാക്കി. ഹൈവേ പോലീസ് പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. അവശ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടകൾ തുറന്നു പ്രവർത്തിക്കാമെങ്കിലും ചില മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വട്ടവടയിലെ പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിൽ. വിളവെടുപ്പ് സമയത്ത് ഹോർട്ടികോർപ്പ് പച്ചക്കറികൾ സംഭരിക്കാത്തതും ന്യായവില ലഭിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ഏക്കർ കണക്കിന് ക്യാബേജും ക്യാരറ്റും വിളവെടുക്കാതെ നശിക്കുകയാണ്. ഈ കൊറോണയുടെ പ്രശ്നമായതുകൊണ്ട് കൃഷിഭവനും എടുക്കുന്നില്ല, VAPCക്കും എടുക്കുന്നില്ല. ആകെ എങ്ങോട്ടും കയറ്റിക്കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് താഴെ തട്ടാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വിളകൾക്ക് ന്യായവിലയില്ല. വിളവെടുപ്പ് സമയത്ത് ഹോർട്ടികോർപ്പ് വേണ്ട രീതിയിൽ പച്ചക്കറി സംഭരിക്കുന്നുമില്ല. 13,000ഓളം വരുന്ന കർഷക കുടുംബങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന 10,000 ടൺ പച്ചക്കറിയിൽ ചെറിയൊരളവ് മാത്രമാണ് ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നത്. വിളവെടുക്കാതെ പച്ചക്കറികൾ പാടത്ത് കിടന്ന് നശിക്കുകയാണ്. കുടുംബങ്ങൾ പട്ടിണിയുടെ നടുവിലെന്ന് കർഷകർ. ഈ വിളവെടുക്കുന്ന സമയത്ത് വിളവെടുക്കാതെ ഇരിക്കുന്ന കാരണം എന്നാ വെച്ചാൽ വിലയില്ല. ഇവിടുത്തെ മേടിക്കുന്ന മാർക്കറ്റില്ല. ഇവിടെ ഹോർട്ടികോർപ്പ് ഇപ്പോൾ കൃഷി മേടിക്കുന്നതേ ഇല്ല. സംഭരണം കാര്യക്ഷമമാകാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ നേരത്തെ ഹോർട്ടികോർപ്പിന്റെ വാഹനം തടഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് കർഷകരുടെ പരാതി. ഞങ്ങൾ MPയെ വിളിച്ച് അവർ കേസ് ഒഴിവാക്കി. ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാ ഈ കൃഷിക്കാരൻ നശിപ്പിച്ച് കഞ്ചി കൂടെ ഈ COVID-19 കൊണ്ട് കഞ്ചി കൂടെ വീട്ടിലില്ലാതെ പിള്ളേർ കിടക്കുവാണ്. വട്ടവടയിലെ പച്ചക്കറി മുഴുവൻ ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന കഴിഞ്ഞ ഓണക്കാലത്തെ മന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവടയിലെ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വട്ടവട. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ ബന്ധവും. അധ്യാപകന്റെ കൈവെട്ട് കേസിൽ 24ാം പ്രതിയായ മുഹമ്മദ് അലി ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. റമീസിൽ നിന്ന് മുഹമ്മദ് അലി സ്വർണം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഇയാൾക്കൊപ്പം മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി N ശ്രീനാഥ് ചേർന്നു കൊച്ചിയിൽ നിന്നും. ശ്രീനാഥ്, എപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ?
ചെന്നൈയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന റമീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. മുഹമ്മദ് അലി ഇബ്രാഹിം എന്നയാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ അധ്യാപകന്റെ കൈവെട്ട് കേസിലെ 24ാം പ്രതിയാണ്. ഇയാളെ കൊച്ചി NIA കോടതിയിൽ അല്പസമയം മുമ്പ് ഹാജരാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇയാൾക്കൊപ്പം മറ്റാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ NIA പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും തീവ്രവാദ ബന്ധം ഈ കേസിലുണ്ട് എന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി തീവ്രവാദ ബന്ധത്തിന്റെ നേരിട്ടുള്ള ഒരു തെളിവ് ലഭിക്കുകയാണ്. NIA നേരത്തെ കൈവെട്ട് കേസിൽ തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിരുന്നു. അത് സംബന്ധിച്ചുള്ള നടപടികളും കോടതികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഈ കേസിലും ഇത്തരത്തിൽ തീവ്രവാദ ശൃംഖലയിൽപ്പെട്ടവർ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയുകയാണ്. ഈ പണം എന്തിനു ഉപയോഗിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകളും അന്വേഷണങ്ങളും നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് അലി ഇബ്രാഹിമിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ തീവ്രവാദ ബന്ധമുള്ള വ്യക്തിയാണ് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റിന് ഈ കേസ് സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ശ്രീനാഥ്, വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ. തീവ്രവാദ ബന്ധം കേസിന് വരിക എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിനകത്ത് നേരത്തെ തന്നെ കോടതി ചോദിച്ചതാണ് കൃത്യമായ തെളിവുകൾ തീവ്രവാദ ബന്ധമുണ്ടോ ഈ കേസിന് എന്നുള്ള വിഷയം. വളരെ നിർണായകമായ മറ്റൊരു ദിശയിലേക്ക് കേസ് പോകുന്നു, അതാണോ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസങ്ങളിൽ റമീസിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നിർണായക പേരുകൾ ഇതിനകത്ത് വന്നേക്കാം എന്നുള്ള ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ആരോപിക്കുന്നതാണ് തീവ്രവാദ ബന്ധം എന്നുള്ളത്. ഇത് പലതരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളുണ്ട്. കാരണം ഈ സ്വർണം എത്തിച്ചിരിക്കുന്ന കണ്ണികൾ അവർ ഏതൊക്കെ രീതിയിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, ഇവർക്ക് ഏതെങ്കിലും രാജ്യവിരുദ്ധമായ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ NIA വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നേരിട്ടുള്ള ബന്ധം NIAക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇയാൾ കൈവെട്ട് കേസിലെ 24ാം പ്രതിയാണ്. മാത്രമല്ല, തീവ്രവാദ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നയാളാണ് ഇയാൾ. ഈ കേസുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ കേസിലെ പണം ഇയാൾ വഴി കൈകാര്യം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ഇന്ന് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ ഇപ്പോൾ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുമായി വരും. അപ്പോൾ മാത്രമേ ഇയാൾക്ക് ഏതൊക്കെ ആളുകളുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ കേസിലെ ഈ പണം ഏതൊക്കെ നിലയിൽ ഉപയോഗപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. തീർച്ചയായും ഞാൻ തിരികെ വരാം. തുടരുക ദയവായി ശ്രീനാഥ്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സജീവ് സേവാര്യരും നമുക്കൊപ്പം ചേരുന്നു. സജീവ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, തീവ്രവാദ ബന്ധമില്ല എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുക, ഉണ്ട് എന്ന് NIA പറയുക, അത് തെളിവ് ഹാജരാക്കാനായി കേസ് ഡയറി പരിശോധിക്കുന്നത് ഈ 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുക. അതായത് ഇന്നിപ്പോൾ 2-ആണ് തീയതി. കൃത്യം ഒരു ദിവസം മുൻപ് അല്ലെങ്കിൽ 2 ദിവസം മുൻപ് തന്നെ ഈ കേസിന്റെ ദിശ മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഒരു വഴിത്തിരിവാണോ ഉണ്ടായിരിക്കുന്നത്? അപർണ, നേരത്തെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള NIAയുടെ വിഭാഗം ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്നതിനോടൊപ്പം ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഈ പണം എത്തുന്നതായി വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. അതിന് തക്ക തെളിവുകളും ലഭ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NIA കോടതിയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം ആളുകളെ, ഇന്നത്തെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന അറസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് എവിടെയാണോ ഈ പണം എത്തിച്ചേരുന്നത്, ആ എത്തിച്ചേരുന്ന സ്ഥലത്തെക്കുറിച്ച് ഉള്ള വിവരമാണ് NIAക്ക് ലഭിച്ചത്. ഉറവിടം, ഈ സ്വർണ്ണക്കടത്തിന്റെ ഉറവിടം എവിടെ നിന്ന്, ഇത് എത്തിച്ചേരുന്ന എവിടെ നിന്ന് എന്നത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരികെ വരാം സജീവ്. ശ്രീനാഥിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീനാഥ്, 5 ഏജൻസികൾ ഒരേ സമയത്ത് അന്വേഷിച്ചിരിക്കുന്ന ഒരു കേസിൽ ഇപ്പോഴും തെളിവെടുപ്പും മറ്റ് ഏജൻസികളും പല രീതിയിലുള്ള അന്വേഷണങ്ങൾ തുടരുന്ന സമയത്തു കൂടിയാണ് തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഇത്തരമൊരു നടപടി NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാഷ്ട്രീയപരമായും ഈ കേസുമായി ബന്ധപ്പെടുത്തിയും ഏത് തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് വ്യാഖ്യാനിക്കേണ്ടത് ഇപ്പോൾ?
തീർച്ചയായിട്ടും ഈ കേസിൽ പലതരത്തിലുള്ള കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ണികൾക്ക് ഏതൊക്കെ മേഖലയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം 90കളിൽ സ്വർണം കടത്തിയ ചിലർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഇവർക്ക് അൽ അമ അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. LTTയുമായി ബന്ധമുണ്ടായിരുന്ന ചിലരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ വർഷങ്ങളായി ഈ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇടപാടുകൾ നടത്തുകയും അവരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും അവരുമായി ചേർന്ന് ബിസിനസ് നടത്തുകയും ഒക്കെ ചെയ്ത കണ്ണികളാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ നിശബ്ദരായിരിക്കുകയും ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ വീണ്ടും ഈ സ്വർണ്ണക്കടത്ത് രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, സന്ദീപും അതേപോലെ ഇനി പിടികിട്ടാനുള്ള ഫൈസൽ ഫരീദും അടക്കമുള്ളവർക്ക് ചില തീവ്രവാദ ശക്തികളുമായും തീവ്രവാദികളുമായും ഒക്കെ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവ് NIAക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് മൂന്നാമതൊരു കണ്ണി കൂടി ഇപ്പോൾ NIAയുടെ പിടിയിലാകുന്നത്. മാത്രമല്ല NIAക്ക് അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇതിൽ നിന്ന് തന്നെ ഏതൊക്കെ ശക്തികളാണ് ഈ സ്വർണ്ണക്കടത്ത് രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല ഇവരുടെ ഏതൊക്കെ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്, വിദേശ ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്, മുഹമ്മദ് അലി ഇബ്രാഹിമിന്റെ അറസ്റ്റ്. കാരണം അധ്യാപകനെ കൈവെട്ടിയ കേസിലെ 24ാം പ്രതിയാണ്. അധ്യാപകനെ കൈവെട്ടിയ കേസിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അത് കോടതി അതനുസരിച്ച് വിധിയും പുറപ്പെടുവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കക്ഷികൾക്ക്, ഈ അന്നത്തെ ആ തീവ്രവാദ ശക്തികൾക്ക് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുകയും. തീർച്ചയായും ശ്രീനാഥ്, ഒരിക്കൽ കൂടി സജീവ് സി വാര്യരേക്ക്. സജീവ്, പ്രധാനമായും ഇങ്ങനെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ ഇതിന് ഉള്ള തെളിവുകളില്ലാതെ ഇത്തരം ചില ആരോപണങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നതാണ്. ഇതാദ്യമായിട്ട് കൂടിയല്ലേ NIAയുടെ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് കേസ് ഡയറി പരിശോധനയ്ക്ക് വരുന്നതിന് മുൻപ് വ്യക്തമായ രീതിയിൽ ഇതുമായി ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്? ഇതാദ്യമായിട്ടല്ലേ ഈ കേസിൽ? അപർണ, യഥാർത്ഥത്തിൽ അത്തരമൊരു അറസ്റ്റ് ആദ്യമാണ്. എന്നാൽ നേരത്തെ 2 ദിവസം മുമ്പ്, അതായത് ഡയറക്ടർ ജനറൽ, NIAയുടെ ഡയറക്ടർ ജനറൽ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു റിവ്യൂ മീറ്റിംഗ് കൊച്ചിയിലെ NIA യൂണിറ്റിൽ വെച്ച് ദയവായി തുടരുക സജീവ്. ഞാൻ ഇപ്പൊ വളരെ പെട്ടെന്ന് തിരികെ വരാം. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നതുകൊണ്ട്. ശ്രീ K സുരേന്ദ്രൻ, തീവ്രവാദ ബന്ധമുണ്ട് സ്വർണ്ണ കടത്ത് കേസുമായി എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു തെളിവ് കൂടി കൈവെട്ട് കേസിലെ പ്രതി അറസ്റ്റിലായതോടുകൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഉറപ്പിക്കുകയാണ് BJP. അല്ലെ, എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ഈ അറസ്റ്റ് വാർത്ത പുറത്തു വരുമ്പോൾ? തീർച്ചയായിട്ടും ഈ കേസ് കസ്റ്റംസ് അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ മാനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനും അതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസ് NIA തന്നെ അന്വേഷിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. ഈ വിവരം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള പല പ്രതികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാം. ഇതിനകത്ത് നിരവധിയായിട്ടുള്ള ബന്ധങ്ങൾ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട്, തീവ്രവാദ ഭീകരപ്രവർത്തനം നടത്തുന്നവരുമായി ബന്ധപ്പെട്ടെല്ലാം ഈ കള്ളക്കടത്ത് സംഘം അവരുടെ ബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ CPIM-ഉം സ്വപ്നയും അവരുടെ സ്വപ്നയെ കൊണ്ട് പഠിപ്പിക്കുന്നതും പറയാൻ ശ്രമിക്കുന്നതും കോടതിയിൽ സ്വപ്നയുടെ പേരിൽ CPIM അഭിഭാഷകന്മാർ നൽകിയിട്ടുള്ളതുമായ എല്ലാ ഹർജികളിലും UAPA ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രചരണമാണ്. ഈ കേസിൽ UAPA നിലനിൽക്കില്ല എന്ന് വരുത്താൻ കേരള സർക്കാരും അവരുടെ അഭിഭാഷകരും സ്വപ്നയും ശിവശങ്കറിന്റെ അഭിഭാഷകനും എല്ലാം ചേർന്ന് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഇപ്പോൾ
ഈ കേസിൽ 2-3 പ്രതികൾ, ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള 2-3 പ്രതികളും, അതുമാത്രമല്ല നേരത്തെ ഇതുമായി ശ്രീ കെ സുരേന്ദ്രൻ, അപ്പോൾ അതായത് കൃത്യമായി ഇതിനകത്ത് ഈ തീവ്രവാദ ബന്ധം കൂടി ഇതിനകത്ത് എന്നെ കണ്ടുപിടിക്കുകയും അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ രാഷ്ട്രീയമാനം എന്താണെന്നാണ് BJP-യുടെ ആരോപണം? അല്ല, BJP ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഈ കേസിന്റെ മാനം എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധാരണ നിലയിൽ നടക്കുന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനം, ഭീകരപ്രവർത്തനം, അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള തീവ്രവാദം, കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾ, ഇതിനെല്ലാം അറുതി വരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഈ കേസ് പോവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം എത്തിച്ചേരാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല കേന്ദ്രങ്ങളിലേക്കുമായിരിക്കും. ഇത്രയും കാലം കേരളത്തിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്ന പല ശക്തികളെയും, വ്യക്തികളെയും, ഗ്രൂപ്പുകളെയും എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഈ അന്വേഷണത്തിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. നന്ദി. ശ്രീ കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണമായിരുന്നു. ഈ വിഷയത്തിനകത്ത് BJP നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമാണെന്ന് തെളിഞ്ഞിരിക്കുക കൂടിയാണ് എന്നുകൂടിയാണ് ശ്രീ കെ സുരേന്ദ്രൻ ന്യൂസ് 8നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, രാഷ്ട്രീയപരമായി കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കും, കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിൽ വരും എന്നതിൽ തർക്കമില്ല. അപ്പോഴും ഈ വിഷയം തീവ്രവാദ ബന്ധമുണ്ടാക്കാനുള്ള ഒരു ശ്രമം പോലും നടക്കുന്നത് രാഷ്ട്രീയപരമായാണ് എന്നുള്ള വാദങ്ങളും പല ഭാഗത്തു നിന്ന് വന്നതാണ് തുടക്കത്തിൽ തന്നെ. എത്രത്തോളം ഗൗരവകരമായിട്ടാണ് കൈവെട്ട് കേസിലെ 24-ാം പ്രതിയുടെ അറസ്റ്റിനെ രാഷ്ട്രീയപരമായി നോക്കിക്കാണേണ്ടത്? ഇക്കാര്യത്തിൽ അപർണ, മറ്റു പ്രധാനപ്പെട്ട കാര്യം, റമീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കേസിലെ പ്രതി ഇപ്പോൾ പിടിയിലായ ആളെ പിടികൂടിയിരിക്കുന്നത്, ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ റമീസിന് തന്നെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് NIA-ക്ക് വ്യക്തമായിട്ടുണ്ട്. NIA-ക്ക് അയാൾ ഇത് സംബന്ധിച്ച മൊഴിയും നൽകിയിട്ടുണ്ട്. KT റമീസിന് പെരുമ്പാവൂർ ഗുണ്ടാസംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പെരുമ്പാവൂർ ഗുണ്ടാസംഘ തലവൻ നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകിയതൊക്കെ വിവാദമായിരുന്നു. അന്ന് റമീസും ഈ സംഘത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ലീന മരിയ പോൾ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിന്റെ ആസൂത്രണത്തിലും ഈ പെരുമ്പാവൂർ സംഘത്തിന് ബന്ധമുണ്ട്. IS റിക്രൂട്ട്മെന്റിന് നേതൃത്വം നൽകിയതും പെരുമ്പാവൂർ സംഘമാണ് എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പുതിയ ബന്ധം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് വിശദാംശങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഈ 4-ാം തീയതി മറ്റന്നാൾ കോടതി കേസ് ഡയറി പരിശോധിക്കാനിരിക്കെ തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള NIA-യുടെ വാദത്തിന് പുറത്ത് കേസ് ഡയറി പരിശോധിക്കാനിരിക്കെയാണ് കൈവെട്ട് കേസിലെ പ്രതി കൂടി സ്വർണ്ണക്കടത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മുഹമ്മദ് അലി ഇബ്രാഹിമിനെ 24-ാം പ്രതിയായിരുന്നു കൈവെട്ട് കേസിൽ. പ്രതിയെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റമീസിൽ നിന്ന്, മുഖ്യപ്രതിയായ സ്വർണ്ണക്കടത്തിലെ 1-ാം പ്രതിയായ റമീസിൽ നിന്ന് മുഹമ്മദ് അലി സ്വർണം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി ഈ വിഷയത്തിനകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൂടിയാണ് N ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെതിരെ കേസെടുക്കാൻ വിജിലൻസ് നീക്കം. ശിവശങ്കറിനെതിരെ അന്വേഷണത്തിന് വിജിലൻസ് സർക്കാരിന്റെ അനുമതി തേടി. എറണാകുളം സ്വദേശി ചെഷയർ താർസൻ എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് വിജിലൻസ് നടപടി. വിജിലൻസ് ഡയറക്ടർ അനിൽ ഖാൻ സർക്കാരിനോട് അന്വേഷണ അനുമതി തേടി. IT വകുപ്പിലെ നിയമനങ്ങൾ, കൺസൾട്ടൻസി കരാറുകൾ എന്നിവ സംബന്ധിച്ചാണ് പരാതി. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ പ്രതി ചേർക്കാൻ തെളിവില്ലെന്ന നിലപാടിൽ തന്നെയാണ് NIA-യും കസ്റ്റംസും. എന്നാൽ സ്വപ്ന സുരേഷിന് IT വകുപ്പിൽ ജോലി ലഭിക്കുന്നതിന് ശിവശങ്കർ വഴിവിട്ട് പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിജിലൻസിന് കേസെടുക്കാനാവും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ പരാതികളും സർക്കാരിന്റെ പരിഗണനയിലാണ്. അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി പ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ സർക്കാർ ബോധപൂർവം അന്വേഷണം വൈകിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2 മാസമായിട്ടും എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാൻ കാലതാമസം? മുഖ്യമന്ത്രി എപ്പോഴും പറയാറുണ്ട്, ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കുമെന്ന്. ഉപ്പ് തിന്നുന്നതേ ഉള്ളൂ, ആരും വെള്ളം കുടിക്കുന്നില്ല. ഈ സംസ്ഥാനത്ത് അഴിമതി ആര് നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അവരുടെ പേരിൽ അന്വേഷണം നടത്തേണ്ടതാണ്. അതിനാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. CBI അന്വേഷണം ഉണ്ടായാലും അഴിമതി നിരോധന നിയമപ്രകാരം ശിവശങ്കറിനെതിരെ വിജിലൻസിന് കേസെടുക്കാനാവും. ന്യൂസ് 18 തിരുവനന്തപുരം.
പതിവായി തെരുവ് നായകളുടെ വിശപ്പകറ്റുന്ന ഒരു നഴ്സുണ്ട് പാലക്കാട്. സ്വകാര്യ ആശുപത്രിയിൽ കീമോതെറാപ്പി യൂണിറ്റിലെ പ്രധാന നഴ്സായ ചിത്ര രോഗീ പരിചരണം കഴിഞ്ഞാണ് തെരുവ് നായകളുടെ വിശപ്പ് മാറ്റാൻ ഇറങ്ങുന്നത്. മറ്റുള്ളവർ ഉപേക്ഷിച്ച നായകളെ ചിത്ര വീട്ടിലും സംരക്ഷിക്കുന്നുണ്ട്. സമയം വൈകിട്ട് 5:30. പാലക്കാട് ലക്ഷ്മി ആശുപത്രിയിലെ സീനിയർ നഴ്സായ ചിത്ര ജോലി കഴിഞ്ഞ് ഭർത്താവ് അഭയനെ കാത്തുനിൽക്കുകയാണ്. വീട്ടിൽ പോവാനല്ല, തെരുവ് നായകൾക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും എത്തിച്ചു നൽകുന്നത് അഭയനാണ്. അല്പസമയത്തിനകം തന്നെ ഭക്ഷണം എത്തിച്ച് അഭയൻ മടങ്ങി. പകൽ മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് പരിചരണവും ആശ്വാസവും നൽകിയ ചിത്രയ്ക്ക് ഇനി വൈകിട്ട് 7:30 വരെയുള്ള സമയം തെരുവ് നായകളുടെ വിശപ്പകറ്റാൻ ഉള്ളതാണ്. ലോക്ക്ഡൌണിന് തൊട്ടു മുമ്പ് തുടങ്ങിയ ശീലമാണ് മുടക്കം വരാതെ കഴിഞ്ഞ 4 മാസമായി തുടരുന്നു. ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ചിത്രയെ കാത്ത് തെരുവ് നായകൾ റോഡിലുണ്ടാകും. മണപ്പുള്ളിക്കാവ് മുതൽ കോട്ടമൈതാനവും പാലാട്ട് ജംഗ്ഷനും സിവിൽ സ്റ്റേഷൻ പരിസരവും ചുറ്റി ചിത്ര വീട്ടിലെത്തുമ്പോൾ 50-ലധികം തെരുവ് നായകളുടെ വയർ നിറഞ്ഞിട്ടുണ്ടാകും. ഇതിനിടെ പരിചയപ്പെട്ട കാക്കകൾക്കുമുണ്ട് ചിത്രയുടെ ഒരു പിടി ചോറ്. ആരും വിശന്നിരിക്കുന്നത് സഹിക്കാനാവില്ലെന്ന് ചിത്ര. ഇവരുടെ വിശപ്പാണ് ഞാൻ ഇവിടെ കാണുന്നത്. നായ്ക്കുട്ടികളുടെ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹമുണ്ട്, അതോടൊപ്പം തന്നെ ഇവരുടെ വിശപ്പും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചത്. എൻ്റെ ഫാമിലി എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ചിത്രയുടെ സ്കൂട്ടറിന് പിന്നാലെ ഭക്ഷണത്തിനായി തെരുവ് നായകൾ ഓടിവരുന്നത് കാണേണ്ട കാഴ്ചയാണ്. ഇതിനിടെ ചില വില്ലന്മാർ ദുർബലരെ ആക്രമിക്കും. അതിനും ചിത്ര തന്നെ മധ്യസ്ഥത വഹിക്കും. ഇക്കാലത്തിനുള്ളിൽ ഓരോ തെരുവുനായുടെയും സ്വഭാവം ചിത്ര മനസ്സിലാക്കിയിട്ടുണ്ട്. വിശപ്പ് മാറിയാൽ എല്ലാവരും ശാന്തരാണ്. ഈ ഓരോന്നിൻ്റെ എനിക്കറിയാം. ഇവള് കടിപിടി കൂടും, അവൻ എല്ലാവരെയും തിന്നാൻ പോകുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇവർക്കൊക്കെ ഇതിന്റെ മെയിൻ പ്രശ്നം വിശപ്പാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 7:30 അവിടെയുമുണ്ട് 6 നായകൾ. അതിൽ ഭൂരിഭാഗവും നോക്കാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവർ ഉപേക്ഷിച്ചതാണ്. അവരോടും കുശലം പറഞ്ഞ് ചിത്ര വീട്ടിലേക്ക് കയറി. ചിത്രയുടെ പ്രവർത്തനങ്ങൾക്ക് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പിന്നെ നമ്മൾ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ഇറച്ചി വാങ്ങിക്കുന്നതും വേവിക്കുന്നതും ഒക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ പോകുന്നത് അല്ലേ? ചില ദിവസം ചോറ് വെച്ചിട്ട് പോകും, അല്ലാത്ത ദിവസം ഞാൻ വെക്കും, പിന്നെ ഇറച്ചി വേവിക്കും. അങ്ങനെ നമുക്ക് പറ്റാവുന്നിടത്തോളം കാലം നമ്മൾ ചെയ്യാം, അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിതിന് വേറെ ആരും പൈസ വാങ്ങിക്കുകയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെ കഴിയാവുന്ന പോലെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് പറ്റാതാവുമ്പോൾ നമ്മൾ നാച്ചുറലി നിർത്തേണ്ടി വരുമല്ലോ. അതുവരെ പറ്റുന്നതുവരെ നമ്മൾ കൊണ്ടുപോകും. 20 വർഷമായി നേഴ്സായി ജോലി ചെയ്യുന്ന ചിത്രയ്ക്ക് ഇപ്പോൾ ആതുര സേവനത്തോടൊപ്പം പ്രിയപ്പെട്ടതാണ് തെരുവ് നായകളുടെ വിശപ്പകറ്റുക എന്ന ദൗത്യവും. ലോക്ക്ഡൌണിന് മുമ്പാണ് ചിത്ര ചേച്ചി തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത്. കോവിഡ് കാലം കഴിഞ്ഞും അത് തുടരണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.